നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ റയൽ സോസിഡാഡിനെ മറികടന്ന് കൊപ്പ ഡെൽ റേയുടെ ഫൈനലിലേക്ക് റയൽ മാഡ്രിഡ് കടന്നുപോയിരിക്കുന്നു. ആ കളിയിൽ 2 അസിസ്റ്റുകൾ സ്വന്തം പേരിൽ കുറിച്ചതോടെ കൊപ്പ ഡെൽ റേയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ നൽകുന്ന മൂന്നാമത്തെ താരമായിട്ട് ഇതാ വിനി ജൂനിയർ മാറിയിരിക്കുകയാണ്. കൃത്യമായ കണക്കുകൾ നോക്കിയാൽ അദ്ദേഹം ഇപ്പോൾ ആംഗേൽ കൊറേയ, അർജന്റീൻ താരം, അത്ലറ്റിക്കോ മാഡ്രിഡ് താരം ആംഗേൽ കൊറേയയെ മറികടന്നിരിക്കുന്നു. കൊറേയുടെ പേരിൽ 10 അസിസ്റ്റുകളാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ മറികടന്ന് വിനി ജൂനിയർ ഇപ്പോൾ 12 അസിസ്റ്റുകളുമായിട്ട് 3-ാം സ്ഥാനത്തേക്ക് എത്തി. 2-ാം സ്ഥാനത്തുള്ളത് ജോഡി ആൽബയാണ്, 15 അസിസ്റ്റുകൾ. 1-ാം സ്ഥാനത്ത് സാക്ഷാൽ ലിയോ മെസ്സി 27 അസിസ്റ്റുകളുമായിട്ട് അങ്ങനെ വിരാജിക്കുകയാണ്. എന്തായാലും പൊളിച്ചടുക്കിയ പ്രകടനമാണ് ഇന്നലെ വിനി നടത്തിയത്. വിനിക്ക് കാർലോ ആഞ്ചലോട്ടിയുടെ അഭിനന്ദനവും ലഭിച്ചു. സ്പെക്ടാക്കുലർ പെർഫോമൻസ് ആണ് വിനിയുടേത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. വെറുതെ പറയുന്നല്ല, 2 അസിസ്റ്റുകൾ, 3 ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. ആ കളിയിൽ ഏറ്റവും അധികം ബിഗ് ചാൻസ് ഉണ്ടാക്കിയത് വിനിയാണ്. 3 കീ പാസുകൾ, ഗെയിമിൽ ആ കാര്യത്തിൽ അദ്ദേഹം 2-ാമതാണ്. 4 സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ അദ്ദേഹം നടത്തി. ഗെയിമിൽ ഏറ്റവും അധികം സക്സസ്ഫുൾ ഡ്രിബ്ലിംഗ് നടത്തിയത് വിനിയാണ്. 17 ഡ്യുവൽസിൽ, ഗ്രൗണ്ട് ഡ്യുവൽസിൽ 10 വിജയിച്ചു. ആ കാര്യത്തിലും അദ്ദേഹം 1-ാമനാണ്. 6 തവണ എതിരാളികൾ അദ്ദേഹത്തെ ഫൗൾ ചെയ്തു. ആ കാര്യത്തിൽ അദ്ദേഹം 2-ാമനാണ്. അങ്ങനെ വിനി ജൂനിയർ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ദേശീയ ടീമിലൊന്നും മങ്ങിപ്പോയി. പക്ഷേ അങ്ങനെയല്ല, ക്ലബ് ഫുട്ബോളിൽ അദ്ദേഹം ജേഴ്സി അണിഞ്ഞു കഴിഞ്ഞാൽ, റയലിൻ്റെ ജേഴ്സി അണിഞ്ഞാൽ അദ്ദേഹം വേറെ ലെവൽ പെർഫോമൻസ് നടത്തുന്നത് തുടരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.